ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, എന്റർടൈൻമെന്റ് കിഴി എപ്പിസോഡാണ്. ഒരുപാട് അപ്ഡേറ്റ്സ് കണ്ടെല്ലാം കിഴിക്കത്തിന്റെ കിഴിയിലേക്ക് പോവാം. കിഴി നിറയെ എന്റർടൈൻമെന്റ്. ഓക്കെ, ഇന്ന് മത്സരമുണ്ടേ. 2 ദിവസമായി മത്സരിച്ചിട്ട് അതിന്റെ ഒരു മൂഡിലാണ് ഇപ്പോൾ. എന്താണ് അജണ്ട? എന്തും പറഞ്ഞു. മലയാളം. ഓക്കെ, മലയാളം ഏറ്റവും കൂടുതൽ കിട്ടുന്ന വിജയ്. ഓക്കെ, അല്ലെങ്കിലേ വേറെ പരിപാടി, അതായത് ആൽഫബറ്റ്സ് പിടിച്ചാലോ? ആൽഫബറ്റ്സ് പിടിച്ചിട്ടുണ്ട് ചങ്ങ. ഇതൊക്കെ എണ്ണി പിടിച്ച് വരുമ്പോഴത്തേക്ക് കിഴി എപ്പിസോഡ് എപ്പാവെന്ന് അറിയോ? ഇത് ഏത് ആൽഫബറ്റ് ആദ്യം തുടങ്ങി? ഇതൊക്കെ നോക്കണ്ടേ? അതായത് എയിൽ തുടങ്ങുന്ന പേര് അപ്പൊ ആയൊക്കെ അതിന് പോകൂലേ? ആയും അമ്മും ഒക്കെ. ഓക്കെ, അല്ല അങ്ങനെ കമന്റ് എനിക്കും ഒരു ഐഡിയ കിട്ടൂല ചെയ്ത് വരുമ്പോ. അല്ല, ഞാൻ ഹെഡ് ആയിരുന്നല്ലോ വിളിച്ച. പോട്ടെ, കുഴപ്പമില്ല. ആദ്യം ഹെഡ് വിളിച്ചായിരുന്നു. അതിന്റെ ഇടയ്ക്ക് വേണ്ട അതിന്റെ ഇടയ്ക്ക് കഥ പറയാൻ പോയതാ പറ്റിയത്. ഇതൊക്കെ എങ്ങനെയാണോ മത്സരത്തിൽ എനിക്ക് അറിഞ്ഞൂടെ. എന്തായിരുന്നു എയില് തുടങ്ങുന്നത്? അപ്പൊ അത് മുഞ്ചിട്ടുണ്ട്. ഓക്കെ, വെട്രിമാരൻ സംവിധാനം ചെയ്യുന്ന സിനിമയാണ്. സിനിമയുടെ പ്രോമോ ഷൂട്ട് തുടങ്ങി. അത്ഭുതകരം, വളരെ പെട്ടെന്നാട്ട പരിപാടികളൊക്കെ നടക്കട്ടെ. ഓക്കെ, എന്തായാലും ഇതിൽ കാമിയുമായിട്ട് കവിനും പിന്നെ നെൽസനും വരുന്നുണ്ട്. ജയിലറിന്റെ ഡയറക്ടർ. ഇതിനൊക്കെ എവിടെ സമയം? അതൊക്കെ ജയിലർ ഇനി അടുത്ത ഇത് വരുന്നുള്ളൂ. ജൂൺ 19-നാണ്. 19-നോ 20-നോ, അതായത് ജയിലർ 2 മൈസൂർ. ഓക്കെ, അടുത്തത് നോബഡി. സിനിമയുടെ കാസ്റ്റിംഗ് കോൾ വന്നിട്ടുണ്ട്. സംഭവം ചെറിയൊരു റോളാണ്, പക്ഷെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയാണ്. ചെറിയ ലെങ്ത് കുറവായിരിക്കും, പക്ഷെ പ്രധാനപ്പെട്ട റോളാണ്. ജൂൺ 22-ന് ഇതിന്റെ ഓഡീഷൻ നടക്കുന്നുണ്ട് കാക്കനാട് വെച്ചിട്ട്. ഇട്ട് കൊടുക്കുക കാണിച്ചിട്ടുണ്ട്. ഫുൾ ഡീറ്റെയിൽസ് ഇതിലുണ്ട്. അതായത് 17 വയസ്സ് മുതൽ 65 വയസ്സ് വരെ ആണെന്ന് തോന്നുന്നു. ഓക്കെ, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യും. ചിലപ്പോ വലിയൊരു ടേണിംഗ് പോയിന്റ്, വലിയൊരു നടനായിരിക്കും, മാറേണ്ടതാണ്. ഞാനും കൂടി കുബേര സിനിമയുടെ ഒരു ന്യൂ പോസ്റ്റർ വന്നിട്ടുണ്ട്. സിനിമയുടെ ബുക്കിംഗ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ജൂൺ 20-നാണ് സിനിമ റിലീസിനെത്തുന്നത്. ഒരുപാട് പ്രതീക്ഷയുള്ള സിനിമയാണ്. നമ്മളിനി അടുത്തതായി കാത്തിരിക്കുന്നത് ഈ കുബേരക്ക് വേണ്ടിയിട്ടാണ്. ഞാൻ ആ പറഞ്ഞ സാധനം നീ കേൾക്കാഞ്ഞിട്ടാണോ സെൻഡ് ചെയ്തോ? നീ എന്നെ വളരാൻ അനുവദിക്കുന്നില്ലടാ പാട്ടി. എന്തായിരുന്നു? അല്ല, ഞാനും കൂടി പോയിട്ട് വരാമെന്ന് പറഞ്ഞാൽ നീ കേട്ടില്ലായിരുന്നു? ഓഡീഷൻ ഏതെങ്കിലും ഓഡീഷൻ ഇതുവരെ പങ്കെടുത്തിട്ടുണ്ടോ? മിണ്ടാതെ. അല്ല, നമുക്ക് ഡയലോഗിൽ ഇങ്ങനെ വരും, ഒരു കാര്യം ചെയ്യില്ല. മിണ്ടാതെ ഞാൻ പോകുന്നുണ്ടാ ഇതിന്. നീ നോക്കിക്കോ. കള്ളപ്പാട്ടി. 65 വയസ്സ് ആൾക്കാർക്കില്ലേ? 16 വയസ്സ് മുതലുണ്ടല്ലോ. ധൈര്യമായിട്ട് പോയിക്കോ. 17 വയസ്സ് മുതലുണ്ടല്ലോ. 16 തോന്നും ചെയ്യും. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഓക്കെ, എണ്ണി എടുത്താൽ 16 അല്ല, അതിക്കും മേലെ വരും. നമ്മളത് മൊത്തം മനസ്സിലാവേണ്ടവർക്ക് മനസ്സിലാവും അല്ലേ? സത്യം. 16 ലേശം കുറവാ. അടുത്തത് വെള്ള കളറിലെ കുബേര. കുബേരല്ലടാ ഞാൻ അടുത്തത്. അത് വെട്ടിയത് കണ്ടില്ല നീ? താഴെ എഴുതിയിട്ടുണ്ടേ. അതിന്റെ അടിയിൽ വേറെ ഉണ്ടോ? ഇവന്റെ കിളി മൊത്തം പോയിരിക്കട്ടോ. കുബേര കെട്ടിയിട്ട്. ശരിയാ, സൂര്യ 46. അടിപൊളി. പൊന്നോ. സിനിമയുടെ Day 6 ലൊക്കേഷൻ സ്റ്റിൽ. ഇതിപ്പോ എന്താ ശരിക്കും പോയിട്ടുണ്ട്. ഏകാഗ്രത കൂളാട്ടി കുറച്ച് കൂടിപ്പോയി, അതാണ് പറ്റിയത്. ഓക്കേടാ കൂട്ടാ. ഓക്കെ, അപ്പോൾ സൂര്യ 46-ന്റെ 6 ദിവസത്തെ ഷൂട്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. 6ാമത്തെ ദിവസം ഇപ്പോൾ ആയിട്ടുണ്ട്. അതിൻ്റെ ലൊക്കേഷൻ സ്റ്റിൽ. 6 ദിവസമൊക്കെ ആയില്ലേ? വെങ്കി അട്ടൂരി സംവിധാനം ചെയ്യുന്ന സിനിമയുണ്ടോ? അടുത്തത് ഉപ്പ് കപ്പുണ്ടുണ്ടോ? കമ്പുറമ്പ്. ദൈവമേ. കീർത്തി സുരേഷ് പ്രധാന വേഷത്തിലെത്തുന്ന സിനിമയാണ്. സിനിമ ആമസോൺ പ്രൈമിൽ വരുന്നുണ്ട് കേട്ടോ. ജൂലൈ 4-ാം തീയതി. ഡയറക്റ്റ് OTT. ആരായിരുന്നു നാടൻ? സുഹാസ്. ശശിയാണ് ഡയറക്ഷൻ അല്ലേ? അനിൽ ബി ശശി. അടുത്തത് എന്താ പറയാ, കുടുങ്ങുന്നതിനല്ല, ഇത് കൊടുക്കുന്ന സാധനം കുറച്ച് കൂടുതലാവുന്നുണ്ട്.
അടുത്തത് AK-64 വെൽസ് ഫിലിം ഇന്റർനാഷണൽ. ഞാനാ കാര്യം മറന്നുപോയായിരുന്നു കേട്ടോ. വെൽസ് ഫിലിം ഇന്റർനാഷണൽ ആണ് സിനിമ പ്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നതിനുണ്ട്. അവിടുന്ന് മാറിയിട്ടുണ്ട്. 270 CR മുതൽ 300 CR വരെയാണ് ബഡ്ജറ്റ്. അതില് 180 CR അജിത്തിന്റെ പ്രതിഫലം. അതാണ് ഈ സംഭവം. പ്രതിഫലം കൊടുക്കുമ്പോഴേക്കും സിനിമയുടെ ക്വാളിറ്റി പറയുന്നത് അതുകൊണ്ടാണ്. സത്യം. സിനിമയ്ക്ക് പിന്നെ ബാക്കിയുള്ള 120 കൊണ്ട് വേണം ഇതെല്ലാം ചെയ്യാൻ. അതിനകത്ത് ഡയറക്ടറിന്റെ പൈസ കൊടുക്കണം. ഡയറക്ടർ, ബാക്കിയുള്ള നടൻ അഭിനയിക്കുന്ന ആൾക്കാർക്ക്, വില്ലൻ, അത് തന്നെ ഒരു 50 കോടി അത് പോകും. അപ്പൊ 230 ആയി. ബാക്കിയുള്ള 70 കോടിക്ക് വേണം സിനിമ പിരിക്കാൻ. എന്നിട്ട് വൻ തള്ളും. രാജാസാബ് ഇത് തന്നെ എന്തുകൊണ്ടാണ് ക്വാളിറ്റി ഇല്ലാത്തത് മനസ്സിലായില്ലേ? ഇതന്നെ. അതായത് ഇതിന്റെ 40% നടനും പ്രഭാസും ഉണ്ടാവും. പിന്നെ നായികമാരായിട്ട് വരുന്ന ആരൊക്കെ? 3 പേര് നായികമാരെ. മൂന്നാമത്തെ നായിക പിന്നെ അത്ര വലിയൊരു ഇതില്ലാന്ന് തോന്നുന്നു. എന്നാലും ഒരു 10 വെച്ച് നോക്കണ്ടേ? കൊടുക്കണം. 30 കോടി അവിടെ പോയില്ലേ? 10 കൊടുക്കണ്ട. മറ്റേത് എന്തായാലും അത്യാവശ്യം നല്ല കൊടുക്കേണ്ടി വരും. മാളവികക്കും നിധിക്കും. പിന്നെ സഞ്ജയത്തിന് എത്ര പോകും? അതാ പറഞ്ഞത്. ഇത് അഭിനയിക്കുന്ന ക്വാളിറ്റി. ഇപ്പൊ ആ സിനിമയുടെ കാര്യം പറയുകയാണെങ്കിൽ ഒരു 600 കോടിയും കണ്ടല്ലേ അതിന്റെ ബഡ്ജറ്റ്? 600 ഇല്ലേ? 400 കുറച്ചുള്ളൂ. അപ്പൊ വെറുതെ അല്ല VFX ഒക്കെ. അതായത് പ്രഭാസിന് 200 അല്ലേ? അല്ല, മെയിൻ ഇതില്ലേ ഭയങ്കര ബഡ്ജറ്റ് വരുന്നത്. അത്രക്കൊന്നും ഇല്ലത്. എന്നാലും വേറെ അവിടെ ഒരു സിനിമ എടുക്കുമ്പോ എന്തായാലും 100-400 കോടി ആവും. അതിൽ 100 കോടിയെ സിനിമയ്ക്ക് ആവുന്നുള്ളൂ. ബാക്കി മൊത്തം എനിക്ക് തോന്നുന്നു കലിക്ക് മാത്രമാണ് ഒരു ക്വാളിറ്റിയിൽ VFXും കാര്യങ്ങളും ചെയ്തു വെച്ചതിന്റെ. അതെ, ചെയ്തതിന്റെ അല്ലെങ്കിൽ മുടക്കിയ മുതലിന്റെ ക്വാളിറ്റി ഉണ്ടായിരുന്നത് അതാണ്. പിന്നെ ഉള്ളതൊക്കെ മറ്റേ കുറച്ച് പഴയ സിനിമകൾ, നമ്മുടെ ബാഹുബലി അങ്ങനത്തെ സിനിമകൾ കിട്ടാം. മഹാഭാരതത്തിലേക്കും പോലെ ഇല്ല, ഞാൻ അങ്ങനെ അറിയാണ്ട് കൈയൊന്ന് അല്ല നാവൊന്ന് ചെരിഞ്ഞു പോയതാ. അടുത്തത് അല്ലേ, രാജാസാബിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. രാജാസാബ് സിനിമയുടെ ഡ്യൂറേഷൻ 3 മണിക്കൂറും 30 മിനിറ്റ് ഉണ്ടാവും. ഹാപ്പി ആയിരിക്കും. ചോറും കരിയും എല്ലാം കൂടെ, ചോറും കറിയും എല്ലാം കൂടെ നമുക്ക് കൊണ്ടുപോകാം. ഇതൊക്കെ തിയേറ്ററിൽ നിന്ന് തീരുമ്പോഴേക്ക് കുറെ പേര് കിടന്ന ഉറക്കമായിരിക്കും. അതാണ്. അടുത്തത് ആവേശം. വിഷ്ണു മഞ്ജു. ഞാൻ ഈ സാധനത്തിന്റെ പേര് ഞാൻ വിട്ടുപോവാണ് കേട്ടോ. ഞാൻ കളിയിൽ നിന്ന് മാറിപ്പോകുന്നുണ്ടോന്ന് എനിക്കൊരു സംശയമുണ്ട്. അതാണ്. അങ്ങനെ പറയരുത്. ഇതാണെങ്കിലും ആവേശം സിനിമ കണ്ടപ്പോ ആൾക്കത് റീമേക്ക് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു വിഷ്ണു മഞ്ജുവിന്. ആളതൊക്കെ വിചാരിച്ചു വന്നപ്പോഴത്തേക്കും അടുത്ത വേറെ ആരോ എടുത്തിട്ട് പോയി. നിന്റെ ഇഷ്ടതാരം ദയവ് എന്നോട് പറയും. എനിക്കത് ആളുടെ സിനിമകൾ തന്നെ എനിക്ക് ഇഷ്ടമല്ല. പണ്ട് ഏതോ ഒരു സിനിമ ഞാൻ കണ്ടിട്ടുണ്ട്. അതിന് ശേഷം ഉണ്ടായിരിക്കും, പക്ഷെ എനിക്ക് അങ്ങോട്ട് പിടിച്ചിട്ടില്ല. ഒട്ടും ദഹിക്കാതെ. അതിനേക്കാളും എനിക്ക് ഇഷ്ടമാണ് ചിരഞ്ജീവിന്റെ സിനിമകൾ. അടിപൊളി സിനിമകൾ. അതിനേക്കാട്ടിലും ഒട്ടാട്ടോ. അതിനെക്കാട്ടിലും കേട്ടോ എന്റെ പൊന്ന് പല അക്ഷരവും മിന്നി പോവാ അതിലോട്ട് തന്നെ. കേട്ടോന്ന് പറയുന്നകത്ത് കെ വരുന്നില്ല. സൺ ഓഫ് സർദാർ 2 അജയ് ദേവ്ഗൺ പ്രധാന വേഷത്തിലെത്തുന്ന സിനിമ. മൃണാൾ താക്കൂറാണ് നായിക. ഓക്കെ, സിനിമയുടെ ടീസർ വരുന്നുണ്ട്. അതിൻ്റെ സെൻസറിങ് കഴിഞ്ഞിട്ടുണ്ട്. 1:50 ഇതിൻ്റെ ഡ്യൂറേഷൻ. UA സർട്ടിഫിക്കറ്റാണ് കിട്ടിയിരിക്കുന്നത്. 1 മിനിറ്റ് 50 സെക്കൻഡ്. യെസ്. ഓക്കെ, അടുത്തത് 2-0 രണ്ടെണ്ണം. അതൊക്കെ ഞാൻ അറിയാണ്ട് കിട്ടിയതാണ്. ഞാൻ അറിഞ്ഞിട്ടൊന്നുമില്ല. അതിന്റെ ആവേശം ഞാൻ അതുകൊണ്ടാണ്. അറിഞ്ഞായിരുന്നെങ്കിൽ പൊളിച്ചേനെ. അപ്പൊ സിത്താരെ സമീൻ പർ സിനിമയുടെ പ്രീമിയറിന് 3 ഖാൻമാര് വരുന്നുണ്ട് കേട്ടോ. അടിപൊളി. ഷാറുഖ് ഖാൻ, സൽമാൻ ഖാൻ, ആമിർ ഖാൻ. 3 പേരും ഉണ്ടാവും. അത് പൊളിയായിരിക്കും കേട്ടോ. തീർച്ചയായിട്ടും. ഇനി അതിനേക്കാളും വലിയൊരു പ്രൊമോഷൻ വേറെ വേണ്ടേനു. അത് തന്നെ ധാരാളം. അതെ, ഇൻസ്റ്റാഗ്രാം തുറക്കാൻ പറ്റില്ല. വരുമ്പോഴായിരിക്കും മറ്റത് ചോദിക്കുന്നത്. സൽമാൻ മറ്റേ ഷാറുഖ് ഖാൻ അറി നീ എന്റെ സിനിമ കണ്ടിട്ട് നമുക്കത് ഇഷ്ടപ്പെട്ടു. ഇത് കഴിയട്ടാ, ഞാൻ പറഞ്ഞെടുക്കാം. പത്രക്കാര് വരട്ടെ, ഞാനിപ്പ ശരിയാക്കി തരാം. സ്ക്രിപ്റ്റ് വായിച്ചപ്പോ സ്ക്രിപ്റ്റ് ആണ് എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തത്. സിനിമയിൽ എനിക്ക് കുഴപ്പമില്ലായിരുന്നു.
അല്ല അതന്നെ സത്യം, ആള് പറഞ്ഞത് അതാണെന്നുള്ളതാണ് കേട്ടത്. ഓക്കെ, അടുത്തത് കൂലി. ഓക്കെ, കൂലി സിനിമയുടെ ഒരു പുതിയ സ്റ്റില്ല് വന്നിട്ടുണ്ട്, വർക്കിംഗ് സ്റ്റില്ല്. ഇതേ ഓക്കെ. കൂലി സിനിമയുടെ സിംഗിള് ഈ വീക്കിൽ ഉണ്ടാവും എന്നൊക്കെയാണ് കേൾക്കുന്നത് കേട്ടോ. അതായത് ലോകേഷ് കനകരാജിന്റെ ബർത്ത്ഡേ 21-ാം തീയതി. ഇതിന്റെ മറ്റേ ആ സോങ് ഉണ്ടായിരുന്നില്ലേ, ആ സിംഗിള്, ഒരു പ്രൊമോ, മനസ്സിലായി ആ സാധനത്തിന്റെ ആണ് സിംഗിൾ വരുന്നത്. ആണോ? ഓക്കെ, സിംബുന്റെ ഫാദർ പാടിയ. മനസ്സിലായി. ദൃശ്യം 3 അടിപൊളി. സിനിമയുടെ ഷൂട്ട് സെപ്റ്റംബറിൽ തുടങ്ങും. ഓക്കെ, സന്തോഷമായല്ലോ. നമ്മൾ അന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന്റെ ഒരു സ്ക്രിപ്റ്റിന്റെ സംഭവം വന്നില്ലേ, അന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് പിന്നെ നമ്മൾ ഉൾപ്പെടുത്താൻ കാരണം സോഷ്യൽ മീഡിയയിലൊക്കെ ഇത് ഭയങ്കരമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമുക്കിത് ഓരോരുത്തർ അയച്ചു തരുന്നുണ്ട്, കാണാത്തവരുണ്ടാവുമല്ലോ നമ്മുടെ വീഡിയോസ്. അപ്പോൾ വീണ്ടും ആവർത്തിക്കുന്നുള്ളൂ. അടുത്തത് MMN. പേര് പറഞ്ഞാൽ പോരാ, എന്തിനാ? ഒടുവിൽ നമ്മുടെ മനസ്സിൽ നിന്ന് ആ വലിയ ഭാരം നമ്മൾ ഇറക്കി വെക്കാൻ പോവാണ്. പാട്രിയോട്ട്, അതായത് രാജ്യസ്നേഹി. ഇതാണ് ടൈറ്റിൽ. ഞങ്ങളന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, പി ആണ് തുടക്കം, എല്ലാം പറഞ്ഞായിരുന്നു. അപ്പൊ ഇപ്പൊ തോന്നുന്നു അത് നമുക്ക് തന്നെ അങ്ങ് പറഞ്ഞാൽ മതി. നമ്മൾ അന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലീക്ക് ആവും, എന്നിട്ടേ അവര് പുറത്ത് വിടുള്ളൂ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സത്യം. അതിന്റെ ഈ പേര് അതെ, ഇനിയിപ്പോ നമ്മൾ ഇവിടെ നിന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം, എന്തായാലും ലീക്കായി, അവര് പുറത്തും വിട്ടു. അതായത് അവരോട് ഇത് പറയാതെ അവര് പുറത്തു വിടുമല്ലോ, ഒരിക്കലും അവർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവുമല്ലോ ഇതാണ് നിന്റെ പേര്, ഇന്ന പേരിലുള്ള സിനിമയാണെന്ന് പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. അതുകൊണ്ടാണല്ലോ ശ്രീലങ്കൻ ടൂറിസം ഇത് പുറത്തു വിട്ടത്. ഷെഡ്യൂൾ എന്തായാലും 10 ദിവസത്തെ ഷെഡ്യൂളാണല്ലോ കേട്ടോ. ഇതിലല്ലേ ലാലേട്ടൻ പോയിട്ടുള്ളത്? വെൽക്കം ചെയ്തിട്ടുള്ള പോസ്റ്റിലാണ് മെൻഷൻ ചെയ്തത്. ഗംഭീരമായിരിക്കുന്നു. അടുത്തത് JSK. എന്താണെങ്കിലും സന്തോഷമായി, സിനിമ 27-ലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ, ജൂൺ 27. അതൊരു കാര്യം തന്നെ കേട്ടോ. കണ്ടമാന സിനിമകളായിരുന്നു 20-ാം തീയതി. കുബേര മിസ്സാവും, സിത്താരെ സമീൻ പർ മിസ്സാവും. എത്ര സിനിമ ഉണ്ടാവും? തമിഴും കൂടി ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഉണ്ടാവും. പാൻ ഇന്ത്യൻ ആയിട്ട് തന്നെ അല്ല വരുന്നത്, തമിഴിൽ വരുന്നു മാത്രമേ ഉള്ളൂ ഡബ്. പ്രത്യേകിച്ച് ആമിർ ഖാൻ ഇപ്പൊ കൂലിയിലും കൂടി അഭിനയിക്കുന്നുണ്ട്. ആമിർ ഖാന് പ്രത്യേക പരിഗണന തമിഴ് ഇൻഡസ്ട്രിയിൽ നിന്ന് കിട്ടുമെന്നുള്ളത് കൊണ്ട് തന്നെ തമിഴ് ഡബ് സാധ്യത കാണുന്നുണ്ട്. അതിനെക്കുറിച്ച് പറഞ്ഞു കേൾക്കുന്നുണ്ട്. ഇവിടെ ഏതൊക്കെ എവിടെയാണ് വരുന്നതെന്ന് നമുക്ക് അറിഞ്ഞൂടാ. നോക്കാം. വേറെ 2 സിനിമകളും കണ്ടാണ് മലയാളം ഉള്ളത്. അതൊന്നും ഇവിടെ ഉണ്ടാകാൻ സാധ്യത വളരെ കുറവാണ്. UK ഉണ്ടാവാൻ ചാൻസ് കൂടുതലാണ്. യുണൈറ്റഡ് കിങ്ഡം ഓഫ് കേരള അതുണ്ടാവാൻ ചാൻസ് ഉണ്ട്. വേറെ പിന്നെ ഒന്നും ഉണ്ടാവും. പിന്നെ ഇതുണ്ടാവും, കുബേര എന്തായാലും കൺഫേമാണ്. നോക്കാം. അപ്പൊ എന്തായാലും കിഴി എപ്പിസോഡോട് തീർന്നിരിക്കുകയാണ്. എന്താണോ ദൈവത്തിനറിയാം. അയ്യോ പോട്ടെ, മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം. ബൈ.